Hello friends, welcome to SAT, Centers Tuition Center Madathambadi and Puthamvelikara. Please subscribe to our YouTube channel for new Okay, ഞങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലൈക്ക് ചെയ്യാം. ഞങ്ങളുടെ ട്വിറ്റർ ഗൂഗിൾ പ്ലസ് അക്കൗണ്ടിലൂടെ ഞങ്ങളെ ഫോളോ ചെയ്യാം. മറ്റ് സയൻസ് സബ്ജക്റ്റിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. പ്രീവിയസ് വീഡിയോനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ഹിയർ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ട്രിഗണോമെട്രി പാർട്ട് 30 ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 5.4 ക്വസ്റ്റ്യൻ നമ്പർ 4. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 4? In the picture, the vertical lines are equally spaced. Prove that their heights are in arithmetic sequence. What is the common difference? Okay. ചിത്രത്തിലെ കുത്തനെയുള്ള വരകൾ ഒരേ അകലം ഇടവിട്ടാണ് വരച്ചിരിക്കുന്നത്. അവയുടെ ഉയരങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കുക. പൊതുവ്യത്യാസം എത്രയാണ്? നോക്കൂ. In the picture, the vertical lines, that is these lines, കണ്ടോ, ഈ lines, okay, are equally spaced, means ഇവർ തമ്മിലുള്ള അകലം same. The distance between these two lines are same. അത് തമ്മിലുള്ള അകലം എന്താണ്? Same ആണ്. Okay. Prove that their heights are in arithmetic sequence. നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്? ഇവരുടെ ഉയരം, that is this height, okay, ഇതൊക്കെ അരിത്തമാറ്റിക് സീക്വൻസിലാണ്, സമാന്തര ശ്രേണിയിലാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ്? ഒരേ സംഖ്യ തന്നെ കൂടി കൂടി പോകുന്ന സീക്വൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വീഡിയോ ഉണ്ട്. പ്ലീസ് വിസിറ്റ് ദാറ്റ് ചാപ്റ്റർ. ഓക്കെ, അതിന്റെ പൊതുവ്യത്യാസം എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ക്ലിയർ? ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ഈ ഹൈറ്റ്, ഇത്. ഓക്കെ, ഇങ്ങനെ 4 ഹൈറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. സപ്പോസ് ഇതിന് നമുക്ക് x1 എന്ന് പേരിടാം, ആൻഡ് ഈ ഹൈറ്റിനെ നമുക്ക് x2 എന്ന് പേരിടാം. അതുപോലെ ഈ ഹൈറ്റിനെ നമുക്ക് x3 എന്ന് പേരിടാം. ഇപ്പുറത്തെ ഹൈറ്റിനെ നമുക്ക് നാലാമത്തേനെ x4 എന്ന് പേരിടാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പേരിട്ടത്? ദിസ് ഈസ് ഈക്വൽ ടു x1, and this height is equal to x2, and this is equal to x3, and this one is equal to x4. Clear? Okay, yes. അപ്പോൾ നമ്മുടെ സൈഡുകൾ നമുക്ക് പേരിട്ടു x1, x2, x3, x4. ഈ വശം കണ്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ള വശം, അത് നമുക്കൊരു പേരിടാം y. ഇനി ഈ രണ്ട് വരകൾ തമ്മിലുള്ള അകലം, അത് ഇവിടെ ആയാലും സെയിം ആണ്. നമുക്ക് അതിനൊരു പേരിടാം d. ക്ലിയർ? ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ഒരു മട്ട ത്രികോണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടോ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ആൻഡ് ദ ആംഗിൾ ഈസ് 40 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, സോ കൺസിഡർ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്? ദിസ് സൈഡ് ഈസ് ഈക്വൽ ടു ദിസ്, ദാറ്റ് ഈസ് y. ക്ലിയർ? ആൻഡ് ദിസ് സൈഡ് ഈസ് ഈക്വൽ ടു x1. ഓക്കെ, ഇവിടെ എത്ര ഡിഗ്രി? 40 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, യെസ്. ദെൻ കൺസിഡർ അനദർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, നമ്മൾ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ട്രയാങ്കിളിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ താഴെയുള്ള വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈനോട് കൂടി എന്തുകൂടി ചേർന്നതാണ്? d കൂടി ചേർന്നതാണ്. ഓക്കെ, മറ്റേത് x2. ക്ലിയർ? സോ ദിസ് ഈസ് x2 ആൻഡ് ദിസ് സൈഡ് ഈസ് ഈക്വൽ ടു y പ്ലസ് d. ഓക്കെ, സിമിലാർലി കൺസിഡർ ദിസ് ട്രയാങ്കിൾ. നമുക്ക് ഈ ത്രികോണവും എടുത്തു നോക്കാം, ഈ വലിയ ത്രികോണം, അവിടെ x3 വശമായി വരുന്ന ത്രികോണം. ഓക്കെ, ക്ലിയർ? ആ ത്രികോണം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് അവിടെ ഈ വശം x3, ഇപ്പുറത്തെ വശം എന്ന് പറഞ്ഞാൽ y പ്ലസ് d. കണ്ടോ, 2 തവണ d വരുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, സോ ഹിയർ y പ്ലസ് d. സോ ടോട്ടൽ y പ്ലസ് 2d, 2d. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ത്രികോണം എടുക്കാം, അതായത് ഈ x4 വശമായിട്ട് വരുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ആ ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡ് x4, മറ്റേ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? y പ്ലസ് d. ഓക്കെ, ഈ d എന്താണ്? എല്ലാം സെയിം ആണ് അല്ലേ? ഓക്കെ,
So it is equal to y plus d plus d plus d. That is y plus 3d. അപ്പോൾ x1 ഉൾപ്പെടുന്ന ആ ട്രയാങ്കിൾ, ദിസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ താഴെയുള്ള വശം y, ഇതും കൂടി ഉൾപ്പെടുന്ന ഈ വലിയ ട്രയാങ്കിളിൻ്റെ താഴെയുള്ള വശം y പ്ലസ് d. ഇനി x3 ഉൾപ്പെടുന്ന വലിയ ട്രയാങ്കിളിൻ്റെ താഴെയുള്ള വശം y പ്ലസ് 2d. x4 ഉൾപ്പെടുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ താഴെയുള്ള വശം എന്ന് പറയുന്നത് y പ്ലസ് 3d. ഓക്കെ, അപ്പോൾ അതൊക്കെ സാറ് എടുത്ത് എഴുതിയാണ്. ഫസ്റ്റ് ട്രയാങ്കിൾ x1 y, ഇവിടെ 40 ഡിഗ്രി. എനിക്ക് x1 ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, എനിക്കറിയാം 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വശം, എതിർവശമാണ് ആര്? ഈ x1. ഈ y എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് സൈഡ്. ക്ലിയർ? അപ്പോൾ ഞാൻ ടാൻ എടുക്കുന്നു. ടാൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. ദറ്റ് ഈസ് x ബൈ എന്താണ് x1 ഡിവൈഡ് ബൈ y. ഓക്കെ, അപ്പോൾ ടാൻ എത്ര ഡിഗ്രി എടുക്കാൻ? ടാൻ 40 ഡിഗ്രി. ഇവിടെ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി ആണ്. അപ്പോൾ x1 എന്തായിരിക്കും? x1 ഇസ് ഈക്വൽ ടു ഈ y ഇങ്ങോട്ട് എടുത്ത് ഗുണിക്കുക. ദാറ്റ് ഈസ് y ഇൻറ്റു ടാൻ 40 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ടാൻ 40 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ adjacent, that is x1 divided by y. Opposite side x1. Clear? And adjacent side സമീപവശം y. Clear? Then എന്ത് ചെയ്യണം? ഈ y കൊണ്ട് tan 40 നെ ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് എഴുതുകയാണ്. x is equal to y into tan 40. Similarly second triangle എടുക്കുകയാണ്. സെക്കൻഡ് ട്രയാങ്കിൾ നമ്മൾ കണ്ടു, താഴെ വശം y plus t ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? tan 40 is equal to x2 divided by y plus t. Then x2 is equal to y plus t കൊണ്ട് tan 40 നെ ഗുണിക്കുക. ഓക്കെ, ദെൻ തേർഡ് ട്രയാങ്കിൾ എടുത്താൽ x3 ഡിവൈഡ് ബൈ താഴെയുള്ള വശം y പ്ലസ് 2d. അപ്പോൾ tan 40 is equal to x3 ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് y പ്ലസ് 2d. x3 അവിടെ നിർത്താം, y പ്ലസ് 2d കൊണ്ട് tan 40 നെ ഗുണിക്കുക. അപ്പോൾ x3 is equal to y പ്ലസ് 2d into tan 40. ദെൻ നെക്സ്റ്റ് ട്രയാങ്കിൾ എടുത്താൽ x4 താഴെ y പ്ലസ് 3d. സോ tan 40 is equal to x4 ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്, ദാറ്റ് ഈസ് y പ്ലസ് 3d. നേരത്തെ y വന്ന സ്ഥലത്തൊക്കെ y പ്ലസ് 3d വന്നു. ദെൻ x4 is equal to ഈ y പ്ലസ് 3d കൊണ്ട് tan 40 നെ ഗുണിക്കുക. x4 is equal to y പ്ലസ് 3d into tan 40. അപ്പോൾ നമുക്ക് x1 കിട്ടി, x2 കിട്ടി, x3, x4, ഈ 4 എന്താണ് രേഖകൾ, ലൈൻസ് നമുക്ക് കിട്ടി. നമുക്കൊന്നും കൂടി എടുത്ത് എഴുതാം. x1 ഇതാണ്, x2 ഇതാണ്, x3 ഇതാണ്, x4 ഇതാണ്. ഓക്കെ, ദെൻ y into tan 40, y tan 40. ബട്ട് ഹിയർ ഇവിടെ നമ്മൾ tan 40 കൊണ്ട് രണ്ടുപേരെയും ഗുണിക്കണം. y-നെയും ഗുണിക്കണം, d-നെ ഗുണിക്കണം. y-നെ ഗുണിക്കുമ്പോൾ എന്താവും? ഫസ്റ്റ് ഓഫ് ഓൾ y into tan 40, ദാറ്റ് ഈസ് y tan 40 ഡിഗ്രി. ക്ലിയർ? ആൻഡ് പ്ലസ് d into tan 40. കണ്ടോ, ഈ tan 40 ഉപയോഗിച്ച് y-നെയും ഗുണിക്കണം, d-നെ ഗുണിക്കണം. ദാറ്റ് ഈസ് d tan 40 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, സിമിലാർലി tan 40 into y, y tan 40. Tan 40 into 2d, 2d tan 40. Similarly, tan 40 into y, y tan 40. Tan 40 into 3d, 3d tan 40. Okay. ഇനി നമ്മളിതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണി ആണോ എന്ന് പരിശോധിക്കാനാണ് നമ്മൾ പറയുന്നത്. സമാന്തര ശ്രേണി ആണോ എന്ന് നമ്മളെങ്ങനെ പരിശോധിക്കും? ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, ഫോർത്ത് ടേം x4. നമ്മൾ x2ൽ നിന്ന് x1 കുറയ്ക്കുകയാണ്. x2 മൈനസ് x1. സോ ദ ആൻസർ ഈസ് 4 മൈനസ് 2 is equal to 2. അതായത് തൊട്ടടുത്തുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടു. സിമിലാർലി x3ൽ നിന്ന് x2 കുറയ്ക്കുകയാണ്. x3 മൈനസ് x2. ക്ലിയർ? ദാറ്റ് ഈസ് 6 minus 4 is equal to again 2. And similarly x4 in x3 കുറയ്ക്കണം. x4 minus x3 is equal to here it is 8 minus 6 is equal to 2. Clear? അപ്പോൾ എപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ്. ദിസ് ഈസ് നോൺ ആസ് കോമൺ ഡിഫറൻസ്. ഇതിനാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ, അതായത് ഒരേ സംഖ്യ തന്നെ കൂടി പോകുന്നത്. ഇപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ആയ 2 വെച്ചാണ് കൂടി പോകുന്നത്. കണ്ടോ, 2 വെച്ച് കൂടി പോകും. അങ്ങനെയുള്ള ശ്രേണിയാണ് AP അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ സമാന്തര ശ്രേണിയാണെങ്കിൽ തൊട്ടടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ നോക്കാം. നമുക്കിവിടെ x2ഉം x1ഉം തമ്മിൽ കുറയ്ക്കാം. x2 minus x1. What happened is, what is x2?
y tan 40 പ്ലസ് d tan 40. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? y tan 40 വേണം. അപ്പോൾ ഇവിടെയും y tan 40 ഉണ്ട്, ഇവിടെയും y tan 40. ഇപ്പോൾ രണ്ടും വെട്ടിപ്പോവും. ഫൈനൽ ആൻസർ ഈസ് എന്താണ്? d tan 40. കണ്ടോ? നോക്കൂ, y tan 40 ഡിഗ്രി x2 ആണ് സാർ വരുന്നത്, പ്ലസ് d tan 40 ഡിഗ്രി മൈനസ് എന്താണ്? x1. വാട്ട് ഈസ് x1? y tan 40 ഡിഗ്രി. y tan 40 ഡിഗ്രി. സോ y tan 40 ഡിഗ്രി y tan 40 ഡിഗ്രി കുറച്ചാൽ ഇത് രണ്ടും എന്താ? വെട്ടിപ്പോകും. സോ ദ ഫൈനൽ ആൻസർ ഈസ് d tan 40 ഡിഗ്രി. ക്ലിയർ? ഓക്കെ. സിമിലർലി x3യിൽ നിന്ന് x2 കുറയ്ക്കണം. x3 മൈനസ് x2. x3 മൈനസ് x2. ഓക്കെ. then what is x3? y tan 40 ഡിഗ്രി പ്ലസ് 2d tan 40 ഡിഗ്രി. അതിന് എന്ത് കുറയ്ക്കണം? x2 കുറയ്ക്കണം. അപ്പോൾ നോക്കൂ, ഇവർ രണ്ടു പേരിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഇതുണ്ട്. കണ്ടോ? ക്ലിയർ? അപ്പോൾ ഇതും ആദ്യം തന്നെ വെട്ടിപ്പോവും. പിന്നെ കുറയ്ക്കേണ്ടത് ഈ 2d tan 40യിൽ നിന്ന് d tan 40 കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ 2d ഉണ്ട്, ഇവിടെ ഒരു d. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം പോവും, അപ്പോൾ ബാക്കി ഒരെണ്ണം ആവും. ക്ലിയർ? നോക്കൂ, 2d tan 40 ഡിഗ്രി മൈനസ് എന്താണ്? d tan 40 ഡിഗ്രി. ക്ലിയർ? ഈ 2d tan 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? അത് d tan 40 ഡിഗ്രി പ്ലസ് d tan 40 ഡിഗ്രിയാണ്. കണ്ടോ? രണ്ട് തവണയുണ്ട്. അതാണ് 2d tan 40 ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മൾ അതിൽ നിന്ന് എന്താണ്? ഒരെണ്ണം കുറയ്ക്കല്ലേ? d tan 40 ഡിഗ്രി ഒരെണ്ണം നമ്മൾ കുറയ്ക്കാം. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ഒരെണ്ണം വെട്ടിപ്പോവും, ബാക്കി ഒരെണ്ണവും. ക്ലിയർ? ഓക്കെ. അപ്പോൾ സെയിം ആൻസർ തന്നെ, നേരത്തെ ചെയ്ത ആൻസർ തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ x3 മൈനസ് x2 ചെയ്താലും d tan 40. ഇനി x4ൽ നിന്ന് x3 കുറച്ചെന്ന് വിചാരിക്കുക. അപ്പോഴും ഇതും വെട്ടിപ്പോവും. 3dയിൽ നിന്ന് 2d കുറച്ചാൽ 1d. ഇവിടെ നമ്മൾ കാണുന്നത് d tan 40, ഇവിടെയും d tan 40, ഇവിടെയും d tan 40. ആൻഡ് ദിസ് ഈസ് കോമൺ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് x1 x2 x3 x4 അവരെല്ലാവരും എന്താ? അവരെല്ലാവരും ഒരു APയിലാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പ്രൂവ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. x1 x2 x3 x4 ഒക്കെ ഈ ലൈൻ ആയിരുന്നു. ഈ ലൈനെല്ലാം എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസിലാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.